ഞാൻ പറയുകയാണ്, പൈശാചിക ബന്ധനങ്ങളെ കെട്ടി നിർത്താൻ പറ്റിയതാണ് നമ്മുടെ ഈ ദിവ്യ ഔഷധമായ തൈലം. അനുഭവത്തോടു കൂടി ഞാൻ പറയാണ്, എൻ്റെ മോൻ ക്ലാസ് 2 മെഡിക്കലിന് പോയി, മെഡിക്കൽ പാസ്സായി വന്നു. ഇത്രയും തന്നൊരു മാതാവിൻ്റെ അടുത്ത് എത്രയോ നന്ദി എനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല. എൻ്റെ മോൻ എല്ലാ എക്സാമിലും പാസ്സായി. എൻ്റെ മോൻ ചൊവ്വാഴ്ച വൈകുന്നേരം വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്, ട്യൂണീഷ്യക്ക് ഫ്ലൈറ്റ് ട്രെയിനിങ്ങിന് പോവാണ്, പൈലറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇതിനു വേണ്ടിയുള്ള പൈസ എവിടെ നിന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ആകെ ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, മോൻ അങ്ങനെ സമ്മതിക്കുകയാണെങ്കിൽ അവൻ പൊക്കോട്ടെ, ആ കോഴ്സിന് പൊക്കോട്ടെ, നമുക്ക് വീട് വിൽക്കാം എന്ന് പറഞ്ഞു. പക്ഷേ വീട് വിൽക്കാൻ നോക്കിയിട്ട് ഒരു വഴിയുമില്ല. അവസാനം ലോണിൽ വെച്ചു. എനിക്കറിയില്ല ഇത്രയും അധികം ലക്ഷം രൂപ വേണം ഒരു പൈലറ്റ് ട്രെയിനിങ്ങിന് പഠിക്കാമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. 60 ലക്ഷം 70 ലക്ഷം എന്നൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ഞെട്ടുകയാണ്. പക്ഷേ ലോൺ അവസാനം വെച്ചു. 4 മാസം ബാങ്ക് ഓഫ് ബറോഡ ഞങ്ങളെ കളിപ്പിച്ചു. ഓരോ പേപ്പറിന് പോകുമ്പോഴും ഓരോ പേപ്പർ കൊടുക്കട്ടെ, സർട്ടിഫിക്കറ്റ്, സാലറി സർട്ടിഫിക്കറ്റ്, അങ്ങനെ പറഞ്ഞ് ഒരുപാട് സർട്ടിഫിക്കറ്റ് കൊടുത്ത് അവസാനം പറഞ്ഞു കുട്ടിക്ക് ഡിഗ്രി ഇല്ലാത്ത കാരണം തരില്ല എന്ന്. അതിൽ ഞാൻ വീണുപോയി. വീണ്ടും ഞാൻ ഇവിടെ വന്നു. എല്ലാ മാസവും ഞാൻ ഇവിടെ വന്ന് പത്രം വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ ഞാൻ കഴിഞ്ഞ മാസം വന്നിട്ട് പറഞ്ഞു, മാതാവ് എനിക്ക് വേറെ ഒരു വഴിയുമില്ല, ഇനി എൻ്റെ മോന് പോകാൻ പറ്റില്ല. നിനക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ മാതാവ് എടുത്തോളൂ എൻ്റെ മോനെ, എനിക്കൊന്നും പറയാല്ല, നിൻ്റെ മകനായി ഏറ്റെടുത്തിട്ട് നിൻ്റെ ആഗ്രഹം പോലെ നടക്കട്ടെ മാതാവേ എന്ന് പറഞ്ഞ് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ഞങ്ങളിൽ ലോണിന് കൊടുത്തു. ലോൺ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് വരെയും അവർ പാസ്സാക്കി തന്നില്ല. അപ്പോഴും മാസങ്ങൾ കടന്നുപോയി, 6 മാസം കടന്നുപോയി. അവസാനം ഞാൻ ആധാരം കൊണ്ടുവന്ന് കഴിഞ്ഞ ഈ മാസം 11-ാം തീയതി, ഇന്ന് 11-ാം തീയതി വന്ന് അച്ഛൻ്റെ അടുത്ത് ഞാൻ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് അച്ഛനൊരു ടോക്കൺ എടുത്തു. ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു പൈലറ്റ് ട്രെയിനിങ്ങിന് പോകാൻ പറ്റാതെ ലോൺ പാസ്സാവാത്തത് കൊണ്ടാണ് വന്നിരിക്കണതെന്ന്. അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഈ അൾത്താരയിൽ അമ്മ മാതാവിനെ കണ്ടില്ലായിരുന്നു എങ്കിൽ നമ്മൾക്കൊന്നും ഇങ്ങനെ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഇവിടുന്ന് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും മെയിൽ വന്നിരിക്കുകയാണ്, 50 ലക്ഷം രൂപ എൻ്റെ മോന് പഠിക്കാൻ വേണ്ടി ലോൺ പാസ്സായി. യേശുവേ നന്ദി, അമ്മ മാതാവെ കോടാനുകൂടി നന്ദി ഞാൻ പറയാണ്. അതിൻ്റെ പിന്നാലെ എൻ്റെ മോന് വിസയും വന്നു, എൻ്റെ മോന് ടിക്കറ്റും വന്നു, എൻ്റെ മോൻ പോവാണ്. പത്രം വന്ന് എല്ലാ മാസവും ഇവിടെ വന്ന് 3 കെട്ട് പത്രമാണ് വാങ്ങിക്കാറ്. ഒരു പ്രാവശ്യം സാക്ഷ്യം കേട്ടപ്പോൾ ഒരു ചേച്ചി പറയണ്ടായി,